ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം 22 പേരെ തിരിച്ചറിഞ്ഞതായിട്ടാണ് നോർക്ക സ്ഥിരീകരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വിവരം വരുമ്പോൾ മരിച്ചവരിൽ തിരുവനന്തപുരം സ്വദേശിയും ഉണ്ട് എന്നുള്ള വാർത്ത കൂടി വരുന്നു. നേരത്തെ പത്തനംതിട്ട, കോട്ടയം, കൊല്ലം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ളവരുടെ മരണവാർത്തയാണ് നമ്മളെ തേടിയെത്തിയത്. ഇപ്പോൾ 22 മലയാളികളെ തിരിച്ചറിഞ്ഞു എന്നുള്ള വാർത്ത വരുമ്പോൾ അതിൽ തിരുവനന്തപുരം സ്വദേശി കൂടി മരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത കൂടി പുറത്തു വരികയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. സുവി വിശ്വനാഥൻ ചേരുന്നുണ്ട്. സുവി, എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്? ആര്യ, നമ്മൾ ഭയപ്പെട്ടിരുന്നതുപോലെ ഇന്ത്യക്കാരുടെ മരണം 49 മരണം സ്ഥിരീകരിച്ചപ്പോഴും 42 ഇന്ത്യക്കാർ എന്നാണ് കരുതിയിരുന്നത്. അത് 45ലേക്ക് ഉയർന്നിരിക്കുന്നു എന്നാണ് ഈ നിമിഷം നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത്. ഈ 45 പേരിൽ ആരെല്ലാമാണ്, ഇതിൽ 24 പേർ മലയാളികളാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ 22 പേരെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏതായാലും ബാക്കിയുള്ള 3 പേർ ഫിലിപ്പൈൻസ് പൗരന്മാരാണ്. ഏതായാലും ഇപ്പോൾ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകും എന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈറ്റ് വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. കുവൈറ്റും സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സഹായം നൽകും എന്ന് കുവൈറ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ മൃതദേഹങ്ങൾ ഉടനടി നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി വിമാനങ്ങൾ തയ്യാറാക്കിക്കൊള്ളാൻ കുവൈറ്റ് അമീർ നിർദ്ദേശം നൽകിയതായും ഉള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. വിദേശകാര്യ സഹമന്ത്രി എത്തിയാലുടനെ ഈ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തും എന്നാണ് അറിയിച്ചിരുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ തന്നെ നടക്കുന്നു. ഏതായാലും പല മൃതദേഹങ്ങളിലും DNA പരിശോധന നടത്തിയാൽ മാത്രമേ തിരിച്ചറിയാൻ കഴിയുള്ളൂ എന്നൊരു സാഹചര്യം ഉണ്ട്. അതിനാൽ DNA പരിശോധന നടത്തും. ഏതായാലും ഒരുമിച്ചായിരിക്കും മൃതദേഹങ്ങളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കുക എന്ന വിവരമാണ് ലഭിക്കുന്നത്. ആദ്യം ഡൽഹിയിൽ എത്തിക്കും, അതിനുശേഷമായിരിക്കും സംസ്ഥാനത്തേക്ക് കൊണ്ടുവരിക. 24 പേരാണ് മരിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മരണം നടന്നിരിക്കുന്നത് പത്തനംതിട്ടയിലാണ്. 6 പേരാണ് അവിടെ മരിച്ചിരിക്കുന്നത്. മലയാളിയുടെ ഉടമസ്ഥതയുള്ള ഫ്ളാറ്റിൽ അല്ലെങ്കിൽ ലേബർ ക്യാമ്പിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. അവിടെ 196 പേരാണ് അന്തേവാസികളായി ഉണ്ടായിരുന്നത്. അതിൽ 175 പേരും ഇന്ത്യക്കാരായിരുന്നു. 5 പേർ നേപ്പാളികളായിരുന്നു. 11 ഫിലിപ്പീനുകൾ ഉണ്ടായിരുന്നു. 2 പാകിസ്ഥാൻ സ്വദേശികളും 2 ഈജിപ്ഷ്യൻ സ്വദേശികളും അവിടെ ഉണ്ടായിരുന്നു. 17 പേർ പുറത്തായിരുന്നു. അതുകൊണ്ട് അവർക്ക് അപകടമുണ്ടായില്ല. ഈ 175 പേരിൽ 5 പേരിൽ പകുതിയോളം പേരെയെങ്കിലും അഗ്നിരക്ഷാ സേനയ്ക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഏതായാലും ഈ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ കുവൈറ്റിൽ ഈ കെട്ടിടം പ്രവർത്തിച്ചിരുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇതിന്റെ ഭാഗമായി കുവൈറ്റിലെ കെട്ടിടങ്ങളെല്ലാം തന്നെ വലിയ തോതിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് കുവൈറ്റ് മുനിസിപ്പാലിറ്റി. അവിടെ 38 കെട്ടിടങ്ങളിൽ പരിശോധന നടത്തി. അതിൽ 13 നിയമലംഘനങ്ങളും 7 ബേസ്മെന്റുകൾ അടച്ചുപൂട്ടിയതായുമുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. ആര്യ, തീർച്ചയായും സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും 24 മലയാളികളിൽ 22 പേരെ തിരിച്ചറിഞ്ഞതായി നോർക്ക ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. അതിൽ ഒരാൾ തിരുവനന്തപുരം സ്വദേശിയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. വിനോദ് വിശദാംശങ്ങൾ നൽകും. വിനോദ്, തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള തിരുവനന്തപുരം സ്വദേശിയായ ഒരാൾ കൂടി ആ ഒരു ജീവൻ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. എന്താണ് വിശദാംശം? ഇദ്ദേഹം തിരുവനന്തപുരത്തെ എവിടെയാണുള്ളത്? ഇദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം അടക്കമുള്ള വിവരങ്ങൾ. നെടുമങ്ങാട് കുരിയാസ്തി സ്വദേശി അരുൺ ബാബുവിന്റെ മരണവാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ 19 പേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. അതായത് 24 എന്ന ഒരു സംഖ്യയാണ് മലയാളികളുടെ കാര്യത്തിൽ നോർക്ക പുറത്തുവിട്ടത്. അത് 22 ആണോ 24 ആണോ എന്ന കാര്യത്തിൽ ചില തിരുത്തലുകൾ ഉണ്ടാകുമെന്ന് കരുതുന്നു. 22 മരണം എന്ന നിലയ്ക്കാണെങ്കിൽ സ്വാഭാവികമായും ഈ 20ാമത്തെ ആൾ, ഈ മരിച്ചതിൽ 20ാമത്തെ ആൾ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ അരുൺ ബാബുവിന്റെ പേര് ലഭിക്കുന്നത്. 7 മാസം മുൻപാണ് ജോലിക്കായി കുവൈറ്റിലേക്ക് പോയത്. അവിടെ 7 മാസമായി ഈ കമ്പനിയിൽ തുടരുകയായിരുന്നു. അക്കൗണ്ടന്റ് എന്ന തസ്തികയിലായിരുന്നു നിയമനം.
ഈ അപകട സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ വീട്ടുകാർ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ കിട്ടുന്നില്ല എന്ന കാര്യമാണ്. ഇപ്പോൾ വലിയമല പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ വീടുള്ളത്. തിരുവനന്തപുരത്ത് കൂടി ഇങ്ങനെ ഒരാൾക്ക്, തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെട്ട ഒരാൾക്ക് കൂടി ജീവൻ നഷ്ടമായിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആര്യ. യെസ്, വി വിനോദാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും 24 മലയാളികൾ മരിച്ചു എന്നുള്ളതാണ് നോർക്ക അറിയിക്കുന്നത്. അതിൽ 22 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. വി വിനോദ് പറഞ്ഞ വിവരം അനുസരിച്ച് നോക്കുമ്പോൾ 20ാമത്തെ ആൾ എന്നുള്ള നിലയിലാണ് ഈ തിരുവനന്തപുരം സ്വദേശിയുടെ പേര് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നെടുമങ്ങാട് സ്വദേശിയാണ് ഇപ്പോൾ മരിച്ചു എന്നുള്ള വാർത്ത കൂടി പുറത്തേക്ക് എത്തുന്നത്.